ഞക്കാട് എസ്.എൻ. പാല കോളേജിൻ്റെ ജിയോഗ്രഫിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സാണ്. അതിൽ ഒന്നാമത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് നിങ്ങൾ കഴിഞ്ഞായിരുന്നു. അത് നിങ്ങൾ പഠിച്ചതാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്താണ് ആ റൊട്ടേഷൻ എന്ന് ദ ഫീച്ചേഴ്സ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞായിരുന്നു. ദ റൊട്ടേഷൻ പറഞ്ഞല്ലേ, സ്പിൻ എക്സോൺ ആക്സിസ് ഇസ് നോൺ ആസ് റൊട്ടേഷൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞായിരുന്നു. നമ്മുടെ ലോക്കൽ ചെയിൻ എന്താണ്? ലോക്കൽ ചെയിൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മുടെ സൺഡേ പൊസിഷനെ ബേസ് ചെയ്ത് സമയം കണക്കാക്കുന്നതാണ് ലോക്കൽ ചെയിൻ എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഗ്രീൻ പിച്ച് ടൈം മീൻസ് ടൈം പറഞ്ഞത് അല്ലേ, GMT വന്നിട്ടായിരുന്നത്. അപ്പോൾ എന്താണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് ഗ്രീൻ പിച്ച് ലൈൻ. അത് അതിനെ ബേസ് ചെയ്ത് അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ പിച്ച് ലൈൻ അടിസ്ഥാനമാക്കിയുള്ള സമയമാണ് ഗ്രീൻ പിച്ച് ടൈം എന്ന് പറയുന്നത്. ഗ്രീൻ പിച്ച് മീൻസ് ടൈം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ആ ഗ്രീൻ പിച്ച് ലൈനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞല്ലേ. സോ എന്താണ് നമ്മുടെ ഗ്രീൻ പിച്ച് ലൈനെ വിളിക്കുന്നു ദ പ്ലെയിൻ മെറിഡിയൻ എന്നറിയപ്പെടുകയും ചെയ്യും. അതുപോലെ ടൈം സോൺ എന്ന് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നാണ്. സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ സപ്പോസ് നോക്കുക, നമ്മുടെ ഇന്ത്യയുടെ ഒരു ചെറിയ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന നിരവധി ലോഞ്ചിറ്റ്യൂഡുണ്ട്. അതിൽ ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡാണ് എന്ന് പറയുന്നത് 68 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. അതോടെ ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡാണ് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. അതുപോലെ ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡാണ് എന്ന് പറയുന്നത് 97 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ നമ്മുടെ ഇതിന്റെ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് 68 ഡിഗ്രി മുതൽ ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് വരെയാണ്. നമ്മൾ ഈ 68 ഡിഗ്രി ഈസ്റ്റ് ബേസ് ചെയ്ത് 68 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് നമ്മൾ ഏത് കണക്കാക്കിയാൽ ഇന്ത്യയുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തെ ടൈം ആയിരിക്കില്ല. ആ വെസ്റ്റ് ഭാഗത്തെ ടൈമും ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തെ ടൈമും ടൈം ഡിഫറൻസ് ഉണ്ടാവും. ഏകദേശം 2 മണിക്കൂർ ഉണ്ടാവും, 2 hours ഡിഫറൻസ് ഉണ്ടാവും. അതായത് 68 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്യില്ല എന്ത് കണക്കാക്കിയാൽ ഇന്ത്യൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ കാട്ടിയും 2 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ടാവും അല്ലേ. അതുപോലെ നമ്മുടെ 97 ഡിഗ്രി ബേസ് ചെയ്ത് എന്ത് കണക്കാക്കിയാലും ഇന്ത്യയുടെ ടൈം കണക്കാക്കിയാലും അവിടുത്തെ കടയിൽ 2 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടാവും ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തുണ്ടാവും. സോ ഈ ഡിഫിക്കൽറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ഭാഗത്തോടെ ഇന്ത്യയുടെ മിഡിൽ ഭാഗത്തൂടെ കടന്നു പോകുന്ന 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്യാൻ ചെയ്യുന്നത് ഇന്ത്യയുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ് ഇന്ത്യയുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത് അല്ലേ, പഠിക്കേണ്ടത്. ഇതുപോലെ ഇന്ത്യയിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ സെൻട്രൽ ഭാഗത്തൂടെ അല്ലെങ്കിൽ മിഡിൽ ഭാഗത്തൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഏത് കണക്കാക്കുന്നത് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ മിഡിൽ ഭാഗത്തൂടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ്. ഇതാണ് ഈ ലോഞ്ചിറ്റ്യൂഡാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് മെറിഡിയനെ അടിസ്ഥാനമാക്കിയുള്ള ടൈമാണിത് സ്റ്റാൻഡേർഡ് ടൈം. ഈ സ്റ്റാൻഡേർഡ് മെറിഡിയനെ ബേസ് ചെയ്തിട്ടുള്ള ടൈമാണിത് സ്റ്റാൻഡേർഡ് ടൈം. നോക്കാനുള്ള each country in the world considered as the longitude that pass
passes almost through its middle as the standard meridian. The local time at the standard meridian is the standard time of the country. Okay. So, each country of the world determines their time on the basis of the longitude passes through the southern part of the country. Okay. This time is called standard time. This meridian is called standard meridian. Okay, each country in the world considered the longitude that passes almost through its middle as the standard meridian. The local time as the standard meridian is the standard time of the country. Standard time of the country. Then, മനസ്സിലായല്ലോ. അത് നോക്കാം, എന്താണ് IST അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം? എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം? നമ്മളെ സ്റ്റാൻഡേർഡ് ടൈം പറയാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഇതാണ് എന്ന് പറയുന്നത്, ഇത് ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത് IST പറയുന്നത്. നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തൂടെ കടന്നു പോകുന്ന 68 ഡിഗ്രി ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് ഇന്ത്യയുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്താൽ എന്തുണ്ടാകുന്നു? ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗവും ഈസ്റ്റ് ഭാഗവും ടൈം ഡിഫറൻസ് 2 hours ടൈം ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തിനെ കടന്നു പോകുന്ന 97 ഡിഗ്രി ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് ടൈം കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്ത്യയുടെ ഈസ്റ്റ് സ്റ്റേറ്റ്സും വെസ്റ്റേൺ സ്റ്റേറ്റ്സും 2 hours ഉണ്ടാവും ടൈം ഡിഫറൻസ് ഉണ്ടാവും. ഈ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എത്രയാണ് ഇന്ത്യയുടെ ഏകദേശം സെൻട്രൽ ഭാഗത്തിനെ കടന്നു പോകുന്ന 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ് ഇന്ത്യയുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തൂടെ ഇന്ത്യയുടെ സെൻട്രൽ ഭാഗത്തൂടെ കടന്നു പോകുന്ന 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്താണ് ഇന്ത്യയിലെ ടൈം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലോഞ്ചിറ്റ്യൂഡ് ആണ് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഈ ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തുള്ള ടൈം ആണ് ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ. The longitudinal extent of India is from 68 degree to 97 degree. The 82.5 degree longitude which passes almost through the middle of this middle of the country. Okay, this longitude is known as standard meridian of India. The local time along this longitude is generally considered as the standard time of India. This is known as Indian standard time. Indian standard time. Okay. The longitudinal extents of India from 68 degree to 97 degree. The 82.5 degree longitude, east longitude, is considered as passes through the middle of the country, is considered as the standard meridian of India. The local time on the base of this meridian is known as Indian standard time. Is known as Indian standard time. മനസ്സിലായല്ലോ? സംശയമുണ്ടോ? അത് നോക്കാം. എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് മലയാളത്തിൽ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. അതാണ് ഗ്രീനിച്ച് രേഖയാണ് അല്ലേ. ഗ്രീനിച്ച് ലൈനിലെ ആ 0 ഡിഗ്രി ആണ് കേട്ടോ. 0 ഡിഗ്രി സപ്പോസ് നോക്കാം, അവിടെ നോക്കുക 0 ഡിഗ്രിയാണ് കേട്ടോ. 0 ഡിഗ്രി. ഈ 0 ഡിഗ്രി അതുകൊണ്ട് എങ്ങോട്ട് പോകുന്നത്? ഈസ്റ്റോട്ട് പോകുന്ന ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സും വെസ്റ്റോട്ട് പോകുന്നതോ വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സുമാണ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഈസ്റ്റോട്ട് പോകുന്ന ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സും വെസ്റ്റോട്ട് പോകുന്നതോ വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സുമാണ് അല്ലേ. ഈ രണ്ടുകൂടെ കൂട്ടുകൂടുന്നത് എവിടെയാണ്? നമ്മുടെ 180 ഡിഗ്രി. അതാണ് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ഫോർത്താണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ആകെ ചുറ്റുള്ളത് 360 ഡിഗ്രിയാണ് അല്ലേ. 360 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കുന്നതാണ് ഈസ്റ്റേൺ 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി ഈസ്റ്റ് വരുന്നുണ്ട്. ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വെസ്റ്റ് വരുന്നുണ്ട്. വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്. ഈ രണ്ടുകൂടെ കൂട്ടിമുട്ടുന്ന ഈ ഭാഗമാണ് എന്ന് പറയുന്നത്. ഈ രണ്ട് കൂട്ടിമുട്ടുന്ന ഈ ഭാഗമാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു.
ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നു. ഇതാണ് ഇതൊരു ഇമാജിനറി ലൈനാണ് കേട്ടോ. ഒരു സാങ്കല്പിക രേഖയാണ്, ഇമാജിനറി ലൈനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലൈൻ ഓൺലൈൻ ലോഞ്ചിലൂടെ നമ്മുടെ ഒരു രാജ്യത്തൂടെ നിർണ്ണയിച്ച ഒരു രാജ്യത്തൂടെ പോകുന്നെന്ന് കരുതില്ല. ഇപ്പൊ സപ്പോസ് നമ്മുടെ ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത് കരുതില്ല. ഓക്കെ, അങ്ങനെയാണ് സംഭവിച്ചത്. ഇത് ഈ ലൈൻ കടന്നു പോകുന്നതിന്റെ ഈസ്റ്റ് ഭാഗത്ത് ഒരു ടൈമും വെസ്റ്റ് ഭാഗത്ത് മറ്റൊരു ടൈമായിരിക്കും. ചിലപ്പോൾ ഡേ ഒരു ഭാഗത്താണ് ഈ ഭാഗത്ത് കടന്നു പോകുന്ന ഈസ്റ്റ് ഭാഗത്ത് ഡേ ടൈം കൂടുതലോ മറ്റേത് നൈറ്റ് ടൈമോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വ്യത്യാസം ഉണ്ടാവാം, അല്ലേ? ഒരു ദിവസം വ്യത്യാസം ഉണ്ടാവാം. ഈ ലൈൻ നമ്മൾ നിർണ്ണയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മധ്യഭാഗത്തോടെ പോകുന്നത് നിർണ്ണയിക്കുന്നത്. കാരണം എന്താ? കാരണം നമ്മളെന്താണ് കണക്കാക്കി ഇതെല്ലാം ഈ ഗ്രീൻവിച്ച് ലൈൻ ആയാലും നമ്മുടെ 180 ഡിഗ്രി ഇന്റർനാഷണൽ ഡേ ലൈൻ ഒക്കെ ഇമാജിനറി ലൈൻസ് ആണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇമാജിനറി ലൈൻസ് ആണ്. നമ്മുടേതാണ് ഏത് പ്രകാരം? ഈ ഇമാജിനറി ലൈൻസിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം ഈ 180 ഡിഗ്രി ലോഞ്ചിലൂടെ കടന്നു പോകുന്നതിന്റെ ഈസ്റ്റും വെസ്റ്റും തമ്മിലുണ്ടാകും ഒരു ഡേ വരെ ഡിഫറൻസ് ഉണ്ട്. ഒരു ഡേ ഡിഫറൻസ് ഉണ്ട്, 1 ഡേ ഡിഫറൻസ്, ഒരു ദിവസം വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ലാൻഡ് പാർട്ടിന്റെയോ പാർട്ടിയുടെയോ ഇത് നിർണ്ണയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിൻസിപ്പിൾ സെറ്റ് ആയി, അല്ലേ? അതുകൊണ്ട് ഈ ലൈൻ നിർണ്ണയിച്ചിരിക്കുന്നത് പസഫിക് ഓഷനിലെ ബെറിംഗ് സ്ട്രെയിറ്റിന്റെ ഭാഗത്തൂടെയാണ്. അപ്പൊ ഏത് ലൈൻ? 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ നിർണ്ണയിച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഭാഗത്തൂടെയാണ്? നമ്മുടെ ബെറിംഗ് സ്ട്രെയിറ്റ്, ഏതാണ് പസഫിക് ഓഷനിലെ ബെറിംഗ് സ്ട്രെയിറ്റിലൂടെയാണ്. ഓക്കെ, ഇനി നമുക്കാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ 0 ഡിഗ്രി പഠിക്കാൻ ടൈം കാൽക്കുലേഷൻ പഠിക്കാവുന്നതാണ്, ക്ലാസ് പഠിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങോട്ട് പോകുന്നതും ഗ്രീൻവിച്ച് ലൈനിന്റെ ഈസ്റ്റോട്ട് പോകുന്ന സമയം കൂടി പോകുന്നുണ്ട്, വെസ്റ്റിലോട്ട് പോകുന്ന സമയം കുറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങോട്ട് പോകുന്നത് ഈസ്റ്റോട്ട് പോകുന്ന സമയം കൂടും, വെസ്റ്റിലോട്ട് വരുന്ന സമയം കുറയും. എങ്ങോട്ട് ഒന്നുകൂടെ പറയുക, 0 ഡിഗ്രി അഥവാ ഗ്രീൻവിച്ച് ലൈൻ എങ്ങോട്ട് പോകുന്നതും ഈസ്റ്റോട്ട് പോകുന്ന സമയം കൂടി പോകും, വെസ്റ്റിലോട്ട് പോകുന്ന സമയം കുറഞ്ഞു വരും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. നമ്മളിവിടെ 82.5 ഡിഗ്രി പറഞ്ഞില്ലായിരുന്നോ? നമ്മുടെ ഗ്രീൻവിച്ച് ലൈനെ കാട്ടിയും കൂടുതലാണ്. അല്ലെങ്കിൽ ഗ്രീൻവിച്ച് ലൈനിനെ ബേസ് ചെയ്ത് നമ്മുടെ ബേസ് ചെയ്താണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കണക്കാക്കുന്നത്. ഗ്രീൻവിച്ച് ലൈനിനെ ബേസ് ചെയ്താണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവിടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഏത് സ്ഥലമാക്കി 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ബേസ് ചെയ്ത് നമ്മുടെ ഇന്ത്യയും ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഓക്കെ, ഇതാണ് എങ്ങാട്ട് വരുന്നതിന് ഫലമായിട്ട് ഈസ്റ്റോട്ട് വരുന്നതിന് ഫലമായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കാട്ടി ഗ്രീൻവിച്ച് ലൈനെ കാട്ടിയും സമയം കൂടുതലാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ സമയം. മനസ്സിലായോ? അതായത് ഗ്രീൻവിച്ച് ലൈനിലെ ഗ്രീൻവിച്ച് ലൈനെ കാട്ടി വർഷം 5.5 മണിക്കൂർ 5 മണിക്കൂർ കൂടുതലാണ് ഇവിടെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സമയം. ഇവിടത്തെ കാട്ടിയും ഗ്രീൻവിച്ച് ടൈമിനെ കാട്ടിയും 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, അപ്പൊ അതുകൊണ്ടിരിക്കട്ടെ. അപ്പൊ എങ്ങോട്ട് പോകുന്നതും ഗ്രീൻവിച്ച് ലൈനിൽ എങ്ങോട്ട് പോകുന്നതും ഈസ്റ്റോട്ട് പോകുന്ന സമയം കൂടും, വെസ്റ്റോട്ട് പോകുന്ന സമയം. പക്ഷെ എവിടെ വരുമ്പോൾ നമുക്കതാണ് 180 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ച് വരുമ്പോൾ അതാണ് ഇവിടെ നിന്ന് വെസ്റ്റിൽ നിന്ന് ക്രോസ് ചെയ്യുന്നതാണ്. അയാൾ കലണ്ടറിന്റെയും കലണ്ടറിൽ ഒരു ദിവസം അഡ്വാൻസ് വെച്ചത്. ഓക്കെ, എന്നാൽ തിരിച്ചാണെങ്കിലോ ഈസ്റ്റിൽ നിന്നാണ് ക്രോസ് ചെയ്യുന്നതെങ്കിലോ ഈസ്റ്റിൽ നിന്നാണ് ക്രോസ് ചെയ്യുന്നതിന്റെയും ഒരു ദിവസം കുറയുകയും ചെയ്യും. അപ്പൊ വെസ്റ്റിൽ നിന്നാണ് ഈ ലൈൻ ക്രോസ് ചെയ്യുന്നത്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. എവിടെ നിന്നാണ്? ഇപ്പം ട്രാവലേഴ്സ് ക്രോസ് ദീസ് ലൈൻസ് ഫ്രം ദ വെസ്റ്റ് അഡ്വാൻസ് ഇൻ 1 ഡേ. ഇനി എവിടെയാണെങ്കിലോ തിരിച്ചിട്ടാണ് ട്രാവലേഴ്സ് ക്രോസ് ദീസ് ലൈൻസ് ദിസ് ലൈൻ ഫ്രം ദ ഈസ്റ്റ് ഡിഡക്ട് 1 ഡേ. ഓക്കെ, മനസ്സിലായോ? എവിടെ നിന്ന് വെസ്റ്റിൽ നിന്നാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം അധികമായി ലഭിക്കുന്നു. എന്നാൽ എവിടെ നിന്നാണ് ഈസ്റ്റിൽ നിന്നാണ് ക്രോസ് ചെയ്യുന്നതെങ്കിലോ ഒരു ദിവസം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് സംഭവം. ഒന്നത് പറഞ്ഞ എന്താണ്? 180 ഡിഗ്രി longitude is known as the imaginary longitude is known as international date line. Then if this lines passes through a country, the place standard east and west of this line will be having 2 different days. To avoid this problem, this difficulty is this line determined in the
Bering Strait of Pacific Ocean. Okay, the travelers who cross this line from the west, calculate the time by advancing it by 1 day, and those who cross this line from the west deduct 1 day. 180 degree longitude is known as international deadline. Okay, this line determine the country. The place situated in these lines in the east and west is different time. Okay, the place east and west of this line will be having 2 different times, different days. To avoid these difficulties, this line determine the Bering Strait. This line determine the Bering Strait of Pacific Ocean. The travelers who cross these lines from the west, advancing 1 day, and who crossing this line from the east, deduct 1 day. മനസ്സിലായോ? നിങ്ങൾ പറയുക, എന്താണ് സ്റ്റാൻഡേർഡ് ടൈം? Each country in the world consider the longitude that passes almost to its middle as the standard meridian. The local time at the standard meridian is the standard time of that country. So each country determine their standard meridian as per the longitude passes through the middle of the country. Okay. Then the time of this the country calculate on the base of this longitude is called standard time. Each country in the world consider the longitude that passes through its middle as the standard meridian. The local time at the standard meridian is the standard time of that country. In the extreme, the longitude extent of India is from 68 degrees to 97 degrees. The 82.5 degrees is the longitude is considered as the prime meridian of standard meridian of India. Okay, standard meridian of India. The local time on the base of 82.5 degrees to longitude is called standard time. It's called Indian standard time. അതുപോലെ എന്താണ് international deadline? 190 degree longitude. The imaginary longitude is known as international deadline. If this longitude determines the country, particular country, the place situated east and west of these lines is difference. Will be having 2 different days or 2 different time. To avoid these difficulties, this line determine the Bering Strait of Pacific Ocean. The travelers who cross this line from the west advancing 1 day, and who cross in the east deduct 1 day. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു, ചോദിക്കുന്നു. എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിക്കുക, പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് ടൈം കാൽക്കുലേഷൻ. ഞാൻ ആദ്യമേ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയുടെ ടൈം അല്ല അമേരിക്കയിലെ ടൈം അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ ടൈം. ഇനി നമുക്ക് ആ ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് അടുത്ത ക്ലാസ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു.